ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞൊരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മ വരുന്നത്, കാരണം നിങ്ങൾ റിട്ടയർ ആയിരിക്കുന്ന ആ സമയത്ത് ആ പൈസ നിങ്ങൾ ബാങ്കിൽ ഇടുകയാണെങ്കിൽ അത് കുറച്ചായിട്ട് ചിലവായി പോയാൽ ഇന്ന് നമ്മൾക്ക് റെന്റ്, അതായത് വാടക കിട്ടുക എന്ന് പറയുമ്പോൾ വീട്ടിൽ അത് ഫുൾ ഹാപ്പിയാണ്. ഇതെല്ലാ മാസവും എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് മുമ്പ് വാടക ആയാലും ശരി, ഒരു വർഷത്തിന് മുമ്പ് പറഞ്ഞ മാതിരി വാടക തരുന്നു. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കോട്ടേജ് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിലാണ് കോട്ടേജ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. 6 മാസം കഴിഞ്ഞപ്പോൾ, അതായത് ഓഗസ്റ്റ് 17 ചിങ്ങം 1-ാം തീയതി ഞങ്ങൾക്ക് ആധാരം ചെയ്യാതെ മാത്രമല്ല, കോട്ടേജിന്റെ ഫുൾ ഫർണിഷ് ചെയ്തുകൊണ്ട് പ്രശസ്ത സിനിമാ താരത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് താക്കോല് ഞങ്ങൾക്ക് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ കാര്യങ്ങളും മുന്നിൽ, ഒരു കാര്യം പറയുന്നതിനൊക്കെ എല്ലാ കാര്യം മുന്നിൽ കയ്യടി, നല്ലൊരു കയ്യടി കമ്പനിക്കും അതേപോലെ തന്നെ MD-ക്കും ചെയർമാനും അതേപോലെ തന്നെ ഈ അവസരത്തിൽ കൈ കാണിച്ചു തന്ന രാധാകൃഷ്ണ സാറിനും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹാപ്പി, താങ്ക് യു വെരി മച്ച്. കാരണം ഈ ശിവദാസന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതില് 90% പേരിലും ഇത് കേട്ടപ്പോൾ വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഇവര് വലിയ സമ്പന്നന്മാരൊന്നുമല്ല. പക്ഷെ അത് ആഗ്രഹം തീവ്രമായപ്പോൾ ആ പ്രപഞ്ച ശക്തി ഇവർക്ക് ആ പണം കൊണ്ടു കൊടുക്കുക. സീരിയസ്ലി ഇവരുടെ കയ്യിലൊന്നും പണം ഉണ്ടായിരുന്നില്ല. അത് പ്രത്യേകിച്ച് ശിവദാസൻ ചേട്ടൻ, കാരണം ഒരു KSEB എംപ്ലോയി റിട്ടയർ ആയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ വന്നിട്ടാണ് ഇവിടെ നിന്ന് പണം ഉണ്ടാക്കിയിട്ടാണ് ഇദ്ദേഹം ഇത് വാങ്ങിയതെന്നും കൂടെ ഈ അവസരത്തിൽ പങ്കുവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലൊരു നേഴ്സായിരുന്നു, ഇവിടെ റിട്ടയർ ആയിട്ട് ഇന്ന് ജസ്പേന്റെ കൂടെ ഉണ്ട്. ഇവരും ഇവിടുത്തെ ഒരു കോട്ടേജിന്റെ പാർട്ണറാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. ഐ ആം മിനി മാത്യു ഫ്രം തൊടുപുഴ. ഞാനും ഈ ജസ്പേടി വന്നിട്ട് പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷമേ ആയുള്ളൂ. ആദ്യം വന്ന് ലീലാമ്മ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞ ഒരു 500 രൂപ കൊടുത്തിച്ച് പോയി. എന്നെ ഇവിടെ കൊണ്ടുവന്നവർ തന്നെ എന്നോട് പറഞ്ഞു ഒന്ന് കേട്ടിച്ച് പോകാനാണ് പറഞ്ഞത്. പക്ഷെ അവരുടെ വാക്ക് കേട്ട് ഞാനത് വളരെ സത്യസന്ധമായി വിശ്വസിച്ചുകൊണ്ട് നിന്നു. പിന്നീട് ഇവിടെ ഞാൻ 2 പ്ലോട്ട് എടുത്തു. ആദ്യം ഒരു പ്ലോട്ട് എടുത്തു. ആദ്യമൊക്കെ ഒത്തിരി ഓഫറുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞതിനെ കേട്ട് വിശ്വസിച്ചുകൊണ്ട് ആദ്യം ഞാൻ സാൻഡിൽപുട്ടിൻ്റെ ഒരു പ്ലോട്ട് എടുത്തു. അതിനകത്ത് സാറ് പറഞ്ഞ അതേപോലെ തന്നെ കൃത്യമായിട്ട് നല്ല ബെനിഫിറ്റ് എനിക്ക് കിട്ടി. വീണ്ടും ഞാൻ എൻ്റെ മക്കളുടെ പേരിലൊരു കോട്ടേജ് രണ്ടാമതൊരു പ്ലോട്ട് കൂടി എടുത്തു. അങ്ങനെ 2 പ്ലോട്ടിൻ്റെ ഓണറാണ് ഞാനിന്ന്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കോട്ടേജ്, എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എല്ലാവരോടും. എൻ്റെ കൂടെ 10-15 പേര് കോട്ടേജിന് പാർട്ട്ണർഷിപ്പായിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, അടുത്ത ഏപ്രിലാണ് വാടക കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഏറെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്നു, ഇന്ന് അവർ ആ 25 കോട്ടേജിനകത്ത് ഉള്ളിലുള്ളവരാണ്. അവർക്ക് എല്ലാവർക്കും ഇന്ന് വാടക കയറി ചെല്ലുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ 2 കോട്ടേജിനല്ല 4